നമസ്കാരം. ഡേവിഡ് റിപ്പോർട്ടേഴ്സ് വിശദമായി കടക്കുകയാണ് വാർത്തകളിലേക്ക്. പള്ളിവക സ്ഥലം സ്കൂൾ മാനേജ്മെന്റ് കൈക്കലാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് കോട്ടയം ദേവലോകം അരമന ഒരു വിഭാഗം വിശ്വാസികൾ ഉപരോധിക്കുന്നു. നെടുമാവ് പള്ളിയിലെ വിശ്വാസികളാണ് ഉപരോധിക്കുന്നത്. തിരുവനന്തപുരം മെത്രാൻ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസിനെതിരെയാണ് ആരോപണം. ഞങ്ങളോട് ഈ കാര്യത്തിനകത്ത് ഞങ്ങളുടെ പള്ളിയുടെ ഒരാളോട് പോലും ഈ മെത്രാച്ചൻ ഒന്നും സംസാരിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്രയും വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ മർത്തോമം പൈതൃകം വരെ ഞങ്ങൾ നിശബ്ദരായി നിൽക്കുകയായിരുന്നു. കാരണം സഭയുടെ ഒരു കാര്യത്തിനൊരു വീഴ്ച ഉണ്ടാകരുത്. ഇതിനകത്ത് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കോനാട്ടച്ചനായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നേച്ച് ഇതിനെക്കുറിച്ച് ഒരു മറുപടി പോലും പറയാതെയാണ് അകത്തേക്ക് കയറിപ്പോയത്. ഇതെല്ലാം ഞങ്ങൾക്ക് സങ്കടമുള്ള ഒരു കാര്യങ്ങളാണ്. ഈ കാര്യത്തിനകത്ത് ഒരു തീരുമാനം പോലും ഉണ്ടാകുന്നില്ല. സഭാ അധികാരികൾ ഈ കാര്യത്തിനകത്ത് വ്യക്തമായ മറുപടി ഇതിനകത്ത് തരണം. പരിശുദ്ധ ബാവ തിരുമേനി ഈ കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് തന്നിരിക്കുന്നൊരു ഉറപ്പുണ്ട്. അതിനനുസരിച്ചാണ് ഞങ്ങൾ കേസ് പിൻവലിച്ചത്. പക്ഷേ അവരെ കേസ് പിൻവലിച്ചു എന്നത് മാത്രമല്ല, ഈ പരാതി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ്. ടി.പി. പ്രശാന്ത് ഉണ്ട് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന്. ഇത് പള്ളിയുടെ അധികൃതർ പണം കൊടുത്ത്, അതാണ് പറഞ്ഞത്, പൂർവികരായ ഞങ്ങളുടെ ആളുകൾ പണം കൊടുത്ത് പള്ളി മേടിച്ച് അവിടെ ഒരു സ്കൂൾ നടത്തണമെന്നുള്ള ആഗ്രഹത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. ആ സ്കൂൾ വേറെ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. അവിടെയുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി വാഴൂർ പോലെയുള്ള ഒരു പിന്നോക്കാവസ്ഥയിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരു സ്കൂൾ പണിയുക എന്നുള്ളത് ഞങ്ങളുടെ പൂർവികരുടെ ആഗ്രഹമായിരുന്നു. അതിനനുസരിച്ച് അതിൻ്റെ സ്കൂൾ അവിടെ പണിതാണ്. ആ സ്കൂൾ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. സഭയ്ക്കൊന്നും എഴുതി കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കുന്നു എന്ന് ഇവർ പറയുന്നതല്ലേ ഉള്ളൂ. അല്ല, അത് കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് ആണ്. 1957 എല്ലാ സ്കൂളുകളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സർക്കാരിൻ്റെ കയ്യിലേക്ക് വരുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇല്ലില്ല, ഞങ്ങൾ സ്കൂൾ നടത്താനുള്ള അനുവാദം മാത്രമാണ് നെടുമാവള്ളി കൊടുത്തിരിക്കുന്നത്. സ്കൂൾ നടത്താൻ വേണ്ടിയുള്ള അനുവാദം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്തൊക്കെ പിന്തുണയൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പരസ്യമാക്കേണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇത് ഞങ്ങളുടെ സഭയ്ക്കുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമാണ്. വിശ്വാസികളുടെ പേരിൽ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പൊറുക്കാവുന്നൊരു കാര്യമല്ല. വിശ്വാസികളോട് അങ്ങനെ കാണിക്കരുത്. ഞങ്ങളെല്ലാം ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സ്കൂളിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പള്ളിയുടെ ഒരാൾക്ക് പോലും ഉള്ളിൽ കയറരുത് എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അങ്ങനെ പറഞ്ഞാൽ അത് നടക്കുന്നൊരു കാര്യമാണ്. ആ പള്ളി പുരയിടത്തിൽ നിന്ന് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, റബ്ബറുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്നെല്ലാം ആദായം എല്ലാം പള്ളിയാണ് എടുക്കുന്നത്. ആ പള്ളിയിൽ നിന്നെടുക്കുന്ന ആ ആദായം പിന്നീട് ലേലത്തിൽ പോവുകയും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പള്ളിയിൽ കിട്ടുന്ന റവന്യൂ ആണ് ഞങ്ങൾ ഇവിടെ ഈ മറ്റ് കാര്യങ്ങളായിട്ട് ഭദ്രാസന വിഹിതമായിട്ടും കാതോലിക്ക പിരിവായിട്ടും മറ്റു രീതിയിലൊക്കെ ഞങ്ങളിവിടെ കൊടുക്കുന്നത്. എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾക്ക് അവിടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് സഭയ്ക്ക് ഞങ്ങൾ നൽകുന്നത്. പള്ളിയുടെ സ്ഥലം തീർച്ചയായിട്ടും സ്കൂൾ മാനേജ്മെന്റ് കൈക്കലാക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചാണ് കോട്ടയം ദേവലോകം അരമന ഒരു വിഭാഗം വിശ്വാസികൾ ഉപരോധിക്കുന്നത്. നെടുമാവ് പള്ളിയിലെ വിശ്വാസികളാണ് ഉപരോധിക്കുന്നത്. തിരുവനന്തപുരം മെത്രാപ്പോലിത്ത ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസിനെതിരെയാണ് വിശ്വാസികൾ ആരോപണവുമായി സഭാ ആസ്ഥാനത്ത് എത്തിയിട്ടുള്ളത്.